കൂടുതൽ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയ സംഘം എന്ന നേട്ടവും ആക്സിയം 4 ദൗത്യം നേടുമെന്നുള്ള ഒരു കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ഒരുപാടധികം സാങ്കേതിക തടസ്സങ്ങൾക്കെല്ലാം ശേഷം മാറ്റിവെച്ച ഒരു ദൗത്യമാണ് ഇപ്പോൾ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നത്. സുരക്ഷിതമായി അവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുന്നു. കാർത്തു, വിജിത, അതുപോലെ തന്നെ ഏറ്റവും അഭിമാനകരമായ നിമിഷം ഡോക്കിംഗ് പൂർത്തിയാക്കി ഇനി ശുഭാംശു ശുക്ലയും സംഘവും ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ 60-ലധികം ഗവേഷണ പദ്ധതികളാണ് നടപ്പിലാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ 31 രാജ്യങ്ങളിൽ ഇന്ത്യയും ഉണ്ട് എന്നതിൽ തന്നെ അഭിമാനകരമായ നേട്ടം തന്നെയല്ലേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം? കാർത്തു സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. ഏകദേശം 14 ദിവസത്തോളാണ് ഈ ഒരു സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഉണ്ടായിരിക്കുക. ആ ഒരു സമയത്തിൽ ഒരുപാടധികം പരീക്ഷണങ്ങൾ ചെയ്യാൻ തന്നെയാണ് സംഘത്തിന്റെ തീരുമാനം. ശാസ്ത്രീയ ഗവേഷണം, അതോടൊപ്പം തന്നെ ആശയവിനിമയം, വാണിജ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി പരീക്ഷണങ്ങൾ സംഘം ചെയ്യും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഇന്ത്യക്കെല്ലാം തന്നെ ബഹിരാകാശ ബന്ധപ്പെട്ട് ഒരുപാടധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പരീക്ഷണങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കും പോളണ്ടിനും ഹംഗറിക്കുമെല്ലാം ഒരുപാടധികം പ്രതീക്ഷ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൈക്രോഗ്രാവിറ്റിയിൽ 60ഓളം പരീക്ഷണങ്ങളും സംഘം അവിടെ നടത്തുന്നുണ്ട്. എന്തായാലും എല്ലാവരും ചരിത്രപരമായ ഒരു നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പോലും എല്ലാവരും പ്രതീക്ഷയോടെ തന്നെയാണ് സംഘത്തിന്റെ ഈ ഒരു നേട്ടത്തെയും അതോടൊപ്പം ഇനി ചെയ്യാൻ പോകുന്ന പരീക്ഷണങ്ങളെയും എല്ലാം നോക്കിക്കാണുന്നത്. കാരണം എല്ലാ രാജ്യങ്ങൾക്കും ഇതൊരു ചരിത്രപരമായ നിമിഷത്തിനപ്പുറത്തേക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു ദൗത്യം തന്നെയാണ് ആക്സിയം 4 എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാർത്തു, വിജിത, ആക്സിയം 4 ദൗത്യം നിർണായക ഘട്ടത്തിലാണ്. ഇത് പൂർത്തിയാകുന്നതോടെ ഇന്ത്യയുടെ ആകാശ ദൗത്യങ്ങൾക്ക് കൂടുതൽ മികവ് ലഭിക്കുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത്? കാർത്തു, വളരെ ശരിയാണ്. കാരണം ഇന്ത്യയുടെ ആകാശ ദൗത്യങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനിയും എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഈ ഒരു സംഘം ചെയ്യുന്ന പരീക്ഷണങ്ങൾ വിലയിരുത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഈ ഒരു 14 ദിവസം സംഘം അവിടെ തങ്ങുന്നതിലൂടെ ആകാശ ദൗത്യങ്ങൾക്കും എല്ലാ രാജ്യങ്ങൾക്കും ഈ ഒരു ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് ഈ കൂടുതൽ പരീക്ഷണങ്ങൾ പ്രതീക്ഷ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി എന്ത് ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ വലിയ സൂചനകളും വലിയ പ്രതീക്ഷകളും എല്ലാം നൽകുന്ന ഒരു ദൗത്യം തന്നെ ആയിരിക്കും ആക്സിയം 4 എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. ഏകദേശം 2 ആഴ്ചയോളമാണ് ഈ സംഘം അവിടെ പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നത്. ഈ ഒരു 2 ആഴ്ചത്തോളമുള്ള പരീക്ഷണങ്ങളിൽ കൂടുതൽ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ സംഘത്തിന് കൂടുതൽ കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. കൂടുതൽ പ്രതീക്ഷ എല്ലാ രാജ്യങ്ങൾക്കും ഇത് നൽകുന്നുമുണ്ട്. ശരി, ഏറ്റവും അഭിമാനകരമായ നിമിഷത്തിലാണ് ഇപ്പോൾ ലോകമെമ്പാടും തന്നെ വിവിധ രാജ്യങ്ങൾ കൈകോർത്ത ഒരു പദ്ധതിക്കാണ് ഇപ്പോൾ നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആക്സിയം 4 ദൗത്യത്തിന്റെ ഡോക്കിംഗ് പൂർത്തിയാക്കി ഇനി ശുഭാംശു ശുക്ലയും സംഘവും ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതോടെ ആ ഒരു അഭിമാനകരമായ നേട്ടം തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. 41 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ നിന്നുള്ള ഒരു ആൾ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. And begin post-docking cabin configuration per 4.400 ഡോക്കിംഗ് പൂർത്തിയാക്കി ഇനി ബഹിരാകാശ നിലയത്തിലേക്ക് ശുഭാംശു ശുക്ലയും സംഘവും പ്രവേശിക്കേണ്ടതുണ്ട്. ദൃശ്യങ്ങളിൽ 4.012 and 4.400 are inward, and Grace is happy to be on Harmony. Grace Station, we are excited to welcome you. Peggy, Shug, Suave, and Tibor, we cannot wait to open the hatch and give you guys a hug. We'll see you soon. Looking forward to it. And Axiom 4 from Houston, welcome aboard the International Space Station. It's an honor to have you join our outpost of international cooperation and exploration. We are honored to be here. Thank you. Very exciting moment for all those aboard.